മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വൈകിട്ട് 5-ന് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം. സൗത്ത് ബ്ലോക്കിലെത്തി പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുത്തു. കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ തുക അനുവദിച്ചാണ് പുതിയ ഭരണത്തിന് മോദി തുടക്കമിട്ടത്. മന്ത്രിസഭാ യോഗത്തിന് മുൻപ് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് വിജ്ഞാപനമിറങ്ങും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 18-ന് ആരംഭിക്കാനാണ് ആലോചന. കിസാൻ സമ്മാൻ നിധിയിലൂടെ 9 കോടിയിലേറെ കർഷകർക്ക് 20,000 കോടി രൂപ അനുവദിച്ചുള്ള ഫയലാണ് സൗത്ത് ബ്ലോക്കിലെത്തി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ടത്. കർഷകരുടെ ഉന്നമനത്തിന് സമർപ്പിതമായ സർക്കാരാണിത്. അതുകൊണ്ടാണ് കർഷക ക്ഷേമത്തിനുള്ള ഫയൽ ആദ്യം ഒപ്പിട്ടതെന്ന് മോദി വ്യക്തമാക്കി. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ നിർണായക തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി പ്രധാന ചർച്ചയാകുമെന്നാണ് വിവരം. ഒപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വീടുകൾ അനുവദിക്കുന്നതിലും തീരുമാനം പ്രതീക്ഷിക്കുന്നു. മന്ത്രിസഭാ യോഗം ആരംഭിക്കും മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ 71 മന്ത്രിമാരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനമിറക്കും. സുപ്രധാന വകുപ്പുകളായ ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ BJP നിലനിർത്തും. വിദേശകാര്യ മന്ത്രിസ്ഥാനത്ത് S. ജയശങ്കർ തുടരും. മറ്റു വകുപ്പുകളിൽ മാറ്റങ്ങളുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഘടക കക്ഷികൾക്ക് 5 ക്യാബിനറ്റ് പദവികളാണ് നൽകിയിരിക്കുന്നത്. JDU-വിനും TDP-ക്കും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ നൽകാനാണ് സാധ്യത. ലോക്സഭാ സമ്മേളനം ജൂൺ 18 മുതൽ വിളിച്ചു ചേർക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ MP-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ജൂൺ 20-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മന്ത്രിസഭയുടെ ചിത്രം തെളിഞ്ഞെങ്കിലും ആരാകണം സ്പീക്കർ എന്നതിൽ പ്രതിപക്ഷവും ഭരണമുന്നണിയും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ജൂൺ 21-ന് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം വിളിക്കാനുമാണ് ആലോചന. റിപ്പോർട്ടർ, ദില്ലി.